ഒരു ദിവസം രാവിലെ ഉണർന്നതിനു ശേഷം കൃഷ്ണൻ ചങ്ങാതിമാരോട് ഇങ്ങനെ പറഞ്ഞു: ഇന്ന് നാം സ്വാദോടുകൂടി ഊണ് കഴിക്കുന്നത് വനത്തിൽ വെച്ചായിരിക്കണം. അതുകൊണ്ട് ചോറും കറികളും മറ്റും എടുത്തുകൊണ്ട് എല്ലാവരും വേഗം വരുവിൻ. തന്റെ കയ്യിലുള്ള കൊമ്പ് എന്ന ഉപകരണത്തിൽ നിന്ന് നാദബ്രഹ്മം പുറപ്പെടുവിച്ച് കൃഷ്ണൻ എല്ലാവരെയും രാവിലെ ഉണർത്തി. കൃഷ്ണന്റെ വിളി കേട്ടാൽ ചങ്ങാതിമാർ മാത്രമല്ല, കാലികളും ഉത്സാഹമുള്ളവരായി മാറുമല്ലോ. അവരെല്ലാം ഉന്മേഷത്തോടുകൂടി പുറപ്പെട്ടു. കൃഷ്ണൻ സഹോദരനായ ബലഭദ്രനോടുകൂടി നടക്കുന്നത് പല ദിക്കുകളിൽ നിന്നെത്തിയ അവർ കണ്ടു. കൃഷ്ണനോട് ചേർന്ന് അവരെല്ലാവരും ഒന്നായി തീർന്നു. 1000-ലധികം വരുന്ന പശുക്കളും പശുക്കുട്ടികളും അവരോടു കൂടെയുണ്ട്. കൃഷ്ണന് പ്രത്യേകമായി അതിലേറെയുണ്ട്. അവയൊക്കെയും ശീലഗുണങ്ങളോട് കൂടിയവയാണ്. കാളിന്തിയുടെ തീരത്ത് കറുത്ത പുൽക്കൂട്ടങ്ങളാൽ സുലളിതമാക്കപ്പെടുന്ന മനോഹരമായ ആരാമസ്ഥലത്ത് കൃഷ്ണൻ കാലികളെ മേയ്ക്കാനായി വിട്ടു. ഗോപന്മാർ അവരുടെ കാലികളെയും സമീപത്ത് മേയ്ക്കാനായി വിട്ടു. അതിനുശേഷം അവരും നന്ദപുത്രനായ കൃഷ്ണനും സന്തോഷത്തോടുകൂടി ഒരുമിച്ച് ചേർന്നിരുന്ന് പരസ്പരം കുശലം പറഞ്ഞു രസിച്ചു. കൃഷ്ണനിൽ അത്യധികം സ്നേഹവും വിശ്വാസവും അർപ്പിച്ചിട്ടുള്ള ഗോപന്മാർക്ക് അപ്പോൾ കൃഷ്ണനെ അലങ്കരിക്കണമെന്നുള്ള അഭിലാഷമുണ്ടായി. തങ്ങളുടെ കഴിവിനനുസരിച്ച് അവർ കൃഷ്ണനെ അലങ്കരിക്കാൻ തുടങ്ങി. വന്യഭൂമിയിൽ നിന്ന് ശേഖരിച്ച പൂക്കളും ഇലകളും മറ്റും ഉപയോഗിച്ച് ഗോപാലന്മാർ സ്വയം അലങ്കരിച്ചു. ബാലന്മാരുടെ ലീലകളല്ലേ, അതിന്റെ ഭാഗമാണ് പലതരം വേഷങ്ങൾ കെട്ടിയൊരുക്കുക എന്നുള്ളത്. അങ്ങനെ ശ്രീകൃഷ്ണനെ അലങ്കരിക്കുന്നതിൽ ദൈവികമായ സ്വഭാവമുണ്ട്. സ്വർണമയമായ അലങ്കരണ വസ്തുക്കൾ ശ്രീകൃഷ്ണനും ചങ്ങാതിമാരും അവരുടെ അവയവങ്ങളിൽ അണിഞ്ഞു. വനമാലകളും അവരണിഞ്ഞു. മറ്റു കാടുകളിൽ കടന്ന് സുഗന്ധ പുഷ്പങ്ങൾ ശേഖരിച്ച് പൂമാലകൾ ഉണ്ടാക്കി അവർ സ്വന്തം അംഗങ്ങളിൽ അലങ്കരിച്ചു. ശിരസിൽ അവർ മയിൽപ്പീലികൾ നിരത്തി അണിഞ്ഞു. എന്നിട്ട് അവ വൃത്തത്തിൽ ഒരുമിച്ച് ചേർത്തു നിർത്തി. അവയുടെ അഗ്രഭാഗങ്ങൾ കൂട്ടിക്കെട്ടി. അതിന്റെ മീതെ കുന്നിക്കുരു ഉരച്ചു കോർത്ത മാലകൾ വെടിപ്പായി കെട്ടിവെച്ചു. ആ മാലകൾ കുണ്ടലങ്ങളായും അണിഞ്ഞു. ചെങ്കലാകുന്ന കാവി മണ്ണുകൊണ്ട് കുറികൾ തൊടുകയും ചെയ്തു. പ്രകൃതിയിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ കൊണ്ട് ഇപ്രകാരം അലങ്കാരങ്ങൾ ചാർത്തിയതിനു ശേഷം അവർ ഉറിയിൽ കെട്ടിവെച്ചിരുന്ന ചോറ് കുശാലായി കഴിച്ചു. അതിനിടയിൽ ചിലർ കളിയായി ചോറ് മോഷണം നടത്തി രസിക്കുകയും ചെയ്തു. ഒരാളുടെ ചോറ് മറ്റൊരാൾ എടുത്തു മാറ്റി മറച്ചു വയ്ക്കുന്നു. ചോറ് നഷ്ടപ്പെട്ടയാൾ സങ്കടപ്പെട്ട് അത് അന്വേഷിച്ചു നടക്കുന്നു. വിവരം കൃഷ്ണനെയും അറിയിക്കുന്നു. കൃഷ്ണൻ ഉടനെ അത് കണ്ടെത്തി തിരിച്ചേൽപ്പിക്കുന്നു. അതിന് പ്രായശ്ചിത്തവും ചെയ്യിക്കുന്നു. ഇപ്രകാരം ഓരോരോ സാധനങ്ങൾ ഒളിപ്പിച്ചു വെച്ചും വീണ്ടും കണ്ടുപിടിച്ചും മറ്റും കളികൾ തുടർന്നു പോന്നു. ഓടിക്കളിക്കുക എന്ന വിനോദവും ഇവർക്കിടയിലുണ്ട്. ഗോപാലന്മാർ പിന്നെയും പലതരം കളികളിൽ ഏർപ്പെട്ട് രസിക്കുന്നു. ചിലർ പാട്ടുപാടുന്നു, ചിലർ നൃത്തമാടുന്നു. അവരോട് ചേർന്ന് നൃത്തം വയ്ക്കുവാൻ മറ്റു കുട്ടികളും ചേരുന്നു. വണ്ടുകളെ പോലെ മൂളിപ്പാട്ട് പാടാനാണ് ചിലർക്കിഷ്ടം. ചിലർ കുഴലൂതുന്നു, മറ്റു ചിലർ കൊമ്പൂതുന്നു. മയിൽവേഷം കെട്ടിക്കൊണ്ട് മയിലാട്ടം നടത്തുന്നവരും അക്കൂട്ടത്തിലുണ്ട്. അതുപോലെ എത്രയെത്ര കളികൾ! കുയിലിനെ പോലെ കൂകുക, പറക്കുന്ന പക്ഷികളുടെ നിഴലിനെ ലക്ഷ്യമാക്കി ഓടുകയും അവയെ പിടിക്കുന്നതിനായി ചാടുകയും ചെയ്യുക, വൃക്ഷങ്ങളിൽ ചാടി നടക്കുന്ന കുരങ്ങുകളുടെ കീഴ്പോട്ട് തൂങ്ങുന്ന വാലുകളിൽ പിടിച്ചു തൂങ്ങുക, അവ പൊങ്ങിയും താണും ചാടുന്നതിനനുസരിച്ച് പൊങ്ങിയും താണും കൊണ്ടിരിക്കുക. ഇപ്രകാരം വിനോദങ്ങൾ നിരവധിയാണ്. വൃക്ഷങ്ങളിൽ കയറി ഒളിച്ചിരുന്ന് ഒരാൾ ശബ്ദമുണ്ടാക്കുന്നു. ആ ശബ്ദം എവിടെ നിന്ന് വരുന്നു എന്ന് ചെവി പാർത്തിട്ട് മറ്റൊരാൾ ഓടിച്ചെന്ന് അതേ വൃക്ഷത്തിൽ കയറി ഒളിച്ചിരിക്കുന്നയാളെ കണ്ടുപിടിക്കുന്നു. ഇതും കളികളിൽ ഒന്നാണ്. ബാല്യത്തിനു സഹജമായ ലീലാ വിനോദങ്ങളാണ് ഇവിടെ സ്വാഭാവികമായ രീതിയിൽ വിവരിച്ചിരിക്കുന്നത്. പ്രകൃതിയുമായി ഇണങ്ങിയും ബന്ധപ്പെട്ടും നടത്തുന്ന ലീലകൾ. പ്രകൃതി ഇവിടെ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരു അവസരത്തിൽ നിന്നുളവാകുന്ന ശുദ്ധമായ ആനന്ദത്തിന് ആത്മീയമായ സ്വഭാവമാണ് ഉള്ളത്. ലോകജീവിതം ഈശ്വരന്റെ ലീലയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീകൃഷ്ണന്റെയും ചങ്ങാതിമാരുടെയും കളികൾ വിശദമായി കവി ചിത്രണം ചെയ്യുന്നു.